നമസ്കാരം, എൻ്റെ പേര് ഗീതാഞ്ജലി. ഞാൻ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രിയിലെ ഒരു ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ ഈ സ്ലാമിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയവരായിരിക്കും അല്ലേ? നിങ്ങളിവിടെ എത്തിയത് ഏതെങ്കിലുമൊക്കെ ഒരു വാഹനത്തിലുമായിരിക്കും. ഒരു കാറിലോ ഒരു ബസ്സിലോ ഒരു ടൂ വീലറിലോ മറ്റോ. അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ സഞ്ചരിച്ച് വന്ന ഈ വാഹനത്തിൻ്റെ ബഹുഭൂരിപക്ഷം പാർട്സും ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലോ ബ്രാസോ ഒക്കെ പോലെയുള്ള ഒരു അലോയ് കൊണ്ടായിരിക്കും. നിങ്ങൾ രാവിലെ കുളിച്ചപ്പോൾ പല്ല് തേച്ചപ്പോൾ നിങ്ങൾക്ക് വെള്ളം ലഭിച്ച പൈപ്പ് പോലും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് ഉണ്ടാക്കിയതാണ്. നമ്മൾ കാണുന്ന ഈ ദൃശ്യലോകത്തെ ബഹുഭൂരിപക്ഷം സ്ട്രക്ചേഴ്സും ഇത്തരത്തിലുള്ള അലോയ്കൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ അലോയ്കൾ നശിച്ചു പോയാൽ എന്ത് സംഭവിക്കും? എത്രത്തോളം നഷ്ടമാണ് അത് നമുക്കുണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾക്കറിയാമോ, ആഗോള ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ 3.5% പ്രതിവർഷം നഷ്ടം സംഭവിക്കുന്നത് കൊറോഷൻ മൂലമാണ്. ഇന്ത്യയുടെ GDP ആവട്ടെ 4 to 7% ലോസ് എവറി ഇയർ കൊറോഷൻ മൂലമാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ കൊറോഷൻ പ്രതിരോധനം മേഖലയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് മേഖലകൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ കൊറോഷൻ തടയാൻ വേണ്ടി പരമ്പരാഗതമായി നമ്മൾ പല മാർഗങ്ങളും സ്വീകരിച്ചു പോരുന്നുണ്ട്. കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കെമിക്കൽ കോട്ടിങ്ങുകൾ കൊടുക്കുക, കൊറോഷൻ ഇൻഹിബിറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മുതലായി പല മാർഗങ്ങളും കൊറോഷൻ റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ പരമ്പരാഗതമായി ഫോളോ ചെയ്തു പോരുന്നുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ രീതിയെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ പേടിക്കുന്ന, ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ബാക്ടീരിയകളെ ഉപയോഗിച്ച് എങ്ങനെ കൊറോഷൻ പ്രതിരോധനം കൊണ്ടുവരാം എന്നത്. അതെ, ചില ബാക്ടീരിയകൾക്ക് കൊറോഷൻ ഇൻഹിബിഷൻ പ്രോപ്പർട്ടി ഉണ്ട്. വിചിത്രമായി തോന്നാം, പക്ഷേ സംഭവം സത്യമാണ്. മൈക്രോബയോളജിക്കലി ഇൻഫ്ലുവൻസ്ഡ് കൊറോഷൻ ഇൻഹിബിഷൻ അഥവാ MICI എന്ന് പറയുന്നത് ബാക്ടീരിയ പോലുള്ള മൈക്രോബ്സിനെ ഉപയോഗിച്ച് ലോഹങ്ങൾക്ക് കൊറോഷൻ പ്രതിരോധനം നൽകുന്ന ഒരു രീതിയാണ്. MICIയിൽ ഇത്തരമുള്ള ലോഹങ്ങളുടെ ഉപരിതലങ്ങളിൽ ബാക്ടീരിയ പോലുള്ള മൈക്രോബ്സിന്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചാണ് കൊറോഷൻ പ്രതിരോധനം കൊണ്ടുവരുന്നത്. അപ്പോൾ MICI എങ്ങനെയാണ് ലോഹങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഇത്തരമുള്ള ബാക്ടീരിയകൾ എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ നടത്തുന്നത് എന്ന് മനസ്സിലാക്കാനും ഞങ്ങൾ ഒരു പഠനം നടത്തി. പ്രധാനമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബ്രാസ് എന്നീ അലോയ്കളിൽ എങ്ങനെയാണ് MICI പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ് ഞങ്ങൾ പഠിച്ചത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും ബ്രാസിൻ്റെയും കൊറോഷൻ പ്രതിരോധനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതായിരുന്നു പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്കറിയാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ പല ഓട്ടോമൊബൈൽസിൻ്റെയും ഷിപ്പിൻ്റെയും ഓയിൽ പൈപ്പ് ലൈൻസിലും അതുപോലെ വാട്ടർ പൈപ്പ് ലൈൻസിലും എല്ലാം ഉപയോഗിച്ച് വരുന്ന ഒരു അലോയാണ്. ബ്രാസ് ആകട്ടെ ഭൂരിഭാഗം മെക്കാനിക്കൽ പാർട്സ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അലോയുമാണ്. ഞങ്ങൾ പഠനത്തിൽ ആദ്യമായി സെലക്ട് ചെയ്തത് സ്യൂഡോമോണാസ് പുറ്റിഡ എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയയ്ക്ക് കൊറോഷൻ ഇൻഹിബിഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് മുമ്പും ചില പഠനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്യൂഡോമോണാസ് പുറ്റിഡ എന്ന ബാക്ടീരിയ മാത്രമല്ല, നിങ്ങൾക്ക് സുപരിചിതമാവാൻ സാധ്യതയുള്ള കോളി, ബാസിലസ് സബ്റ്റിലിസ് എന്നീ ബാക്ടീരിയകളുമായി സ്യൂഡോമോണാസ് പുറ്റിഡ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് MICIയിൽ പ്രവർത്തിക്കുന്നത് എന്നും ഞങ്ങൾ പഠിച്ചു. പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ സ്യൂഡോമോണാസ് പുറ്റിഡ ബാക്ടീരിയ കൾച്ചറിൽ സ്റ്റീല് എക്സ്പോസ് ചെയ്ത് കുറച്ച് ദിവസം ഇട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇലക്ട്രോ കെമിക്കൽ സ്റ്റഡീസ് വെച്ച് കൊറോഷൻ പ്രതിരോധനം എത്തരത്തിലാണ് സ്റ്റീലിൽ ഉണ്ടായത് എന്നുള്ള പഠനവും നടത്തി. സ്യൂഡോമോണാസ് പുറ്റിഡ സ്റ്റെയിൻലെസ് സ്റ്റീലിന് കൊറോഷൻ പ്രതിരോധന ശേഷി വർദ്ധിപ്പിച്ചതായി കണ്ടെത്തി. എങ്ങനെയായിരുന്നു ഇത് സാധ്യമായതെന്ന് അറിയണ്ടേ? സ്യൂഡോമോണാസ് പുറ്റിഡ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉപരിതലത്തിൽ എക്സ്ട്രാ സെല്ലുലാർ പോളിമറിക് സബ്സ്റ്റൻസിൻ്റെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ നമുക്ക് ചുരുക്കത്തിൽ EPS എന്ന് വിളിക്കാം. EPS ബാക്ടീരിയകൾ പുറപ്പെടുവിപ്പിക്കുന്ന ഒരു രാസപദാർത്ഥമാണ്. ഇതിൽ പ്രോട്ടീനുകളും ലിപ്പിഡുകളും ന്യൂക്ലിക് ആസിഡ്സും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ EPSൽ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റ്സും സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അയേണും കൂടി റിയാക്ട് ചെയ്ത് അയേൺ ഫോസ്ഫേറ്റിൻ്റെ ഒരു ലെയർ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉപരിതലത്തിൽ ഫോം ചെയ്തു. ഈ അയേൺ ഫോസ്ഫേറ്റ് ലെയർ ആണ് കൊറോഷൻ ഏജൻസിനെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉപരിതലത്തിലേക്ക് കടത്തിവിടാത്ത രീതിയിൽ ഒരു ഫിസിക്കൽ ബാരിയർ കോട്ടിംഗ് ആയി നിലകൊണ്ടുകൊണ്ട് സ്റ്റീലിന് കൊറോഷൻ പ്രതിരോധനം നൽകിയത്. അവിടെ തീർന്നില്ല, ഞങ്ങൾ സ്യൂഡോമോണാസ് പുറ്റിഡയ്ക്ക് ഒരു കൂട്ടുകാരനെ കൂടി കൊടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കോളി ബാക്ടീരിയ. ഇവർ രണ്ടുപേരും കൂടി മികച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ് കാഴ്ചവെച്ചത്. കോളി ബാക്ടീരിയയും സ്യൂഡോമോണാസ് പുറ്റിഡയും കൂടെ വളരെ സ്ട്രോങ് ആയ കൊറോഷൻ ഇൻഹിബിഷൻ എഫിഷ്യൻസി ഉള്ള
ഒരു കോട്ടിംഗ് സ്റ്റീലിന്റെ പുറത്ത് ഫോം ചെയ്തു. ബയോഫിലിം ലെയറിന്റെ ഒരു മൈക്രോസ്കോപ്പിക് ഇമേജ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയകളെയും അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രാസപദാർത്ഥങ്ങളെയും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബയോഫിലിം ലെയർ ഈക്കോളയും സ്യൂഡോമോണാസ് പുറ്റിഡയും കൂടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉപരിതലത്തിൽ ഫോം ചെയ്യുകയും സ്യൂഡോമോണാസ് പുറ്റിഡ മാത്രം ഉണ്ടായിരുന്നപ്പോൾ എത്രത്തോളം കൊറോഷൻ പ്രതിരോധനം നൽകിയോ അതിനേക്കാളും ശേഷിയുള്ള രീതിയിലുള്ള കൊറോഷൻ പ്രതിരോധനം ഈ കൂട്ടുകെട്ടിന് സ്റ്റെയിൻലെസ് സ്റ്റീലിന് നൽകാനും സാധിച്ചു. പിന്നീട് ഞങ്ങൾ ബാസിലസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയയുടെ സ്യൂഡോമോണാസ് പുറ്റിഡയായുള്ള കോമ്പിനേഷൻ എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിച്ചു. എന്നാൽ മുമ്പത്തെ കേസുകളിൽ നിന്നും ഡിഫറൻ്റായി അങ്ങിങ്ങായി അഗ്രഗേറ്റ്സ് കണക്കിന് ഫോം ചെയ്ത് കിടക്കുന്ന നോൺ യൂണിഫോം ആയിട്ടുള്ള ബയോഫിലിംസ് ആണ് ബാസിലസ് സബ്റ്റിലിസ് സ്യൂഡോമോണാസ് പുറ്റിഡ ബാക്ടീരിയ കോമ്പിനേഷൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊണ്ടുവന്നത്. ഇത് കാര്യമായ ഒരു കൊറോഷൻ പ്രതിരോധന ശേഷി സ്റ്റെയിൻലെസ് സ്റ്റീലിന് നൽകിയില്ല. തുടർന്നുള്ള പഠനത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന് പകരം ബ്രാസിൽ എത്തരത്തിലാണ് MiCi പ്രവർത്തിക്കുന്നത് എന്നും ഞങ്ങൾ പരീക്ഷിച്ചു. നേരത്തെ ഇതിൽ നിന്നും വ്യത്യസ്തമായി സ്യൂഡോമോണാസ് പുറ്റിഡ ബാക്ടീരിയ മാത്രം ഉണ്ടായിരുന്നപ്പോഴാണ് ബ്രാസിൽ ഏറ്റവും കാര്യക്ഷമമായ രീതിയിലുള്ള കൊറോഷൻ പ്രതിരോധനം കണ്ടെത്തിയത്. കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ സ്യൂഡോമോണാസ് പുറ്റിഡ ഒരു എയറോബിക് ബാക്ടീരിയയാണ്. എയറോബിക് ബാക്ടീരിയ എന്നാൽ ഓക്സിജൻ തന്റെ സർവൈവലിനായി ഉപയോഗിക്കുന്ന ബാക്ടീരിയ. അപ്പോൾ സ്യൂഡോമോണാസ് പുറ്റിഡ ബ്രാസിന്റെ ഉപരിതലത്തിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ തന്റെ സർവൈവലിനായി ഉപയോഗിക്കുകയും ബ്രാസിന്റെ ഉപരിതലത്തിൽ ഒരു ഓക്സിജൻ ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുകയും ഈ പ്രക്രിയ മൂലം ബ്രാസിന് കൊറോഷൻ പ്രതിരോധന ശേഷി വർദ്ധിക്കുകയും ചെയ്തു. സ്യൂഡോമോണാസ് പുറ്റിഡ ഈക്കോളി കോമ്പിനേഷൻ സ്റ്റീലിലെ പോലെ മികച്ചതായിരുന്നില്ല ബ്രാസിൽ. എന്തെന്നാൽ സ്റ്റീലിന്റെ ഉപരിതലത്തിൽ ചാർജ്ഡ് ആയിട്ടുള്ള അയൺ ഓക്സൈഡ്സ് പോലുള്ള കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയകളെ സ്റ്റീലിന്റെ സർഫസിലേക്ക് കൂടുതൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുകയും കൂടുതൽ കാര്യക്ഷമമായ ബയോഫിലിം ഫോം ചെയ്യാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം ബ്രാസിൽ നിലനിന്നിരുന്നില്ല. ചുരുക്കത്തിൽ മൈക്രോബിയൽ ഇൻഫ്ലുവൻസ്ഡ് കൊറോഷൻ ഇൻഹിബിഷൻ എങ്ങനെയാണ് ലോഹങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. സ്റ്റീലിൽ സ്യൂഡോമോണാസ് പുറ്റിഡ ഈക്കോളി കോമ്പിനേഷനാണ് മികച്ചതായി പ്രവർത്തിച്ചത് എങ്കിൽ ബ്രാസിൽ സ്യൂഡോമോണാസ് പുറ്റിഡ മാത്രമായിരുന്നപ്പോഴാണ് മികച്ചതായ രീതിയിലുള്ള കാര്യക്ഷമമായ രീതിയിലുള്ള കൊറോഷൻ പ്രതിരോധനം കാഴ്ചവെച്ചത്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ലോഹങ്ങൾ മാറുന്നതിനനുസരിച്ചും ബാക്ടീരിയകൾ മാറുന്നതിനനുസരിച്ചും മൈക്രോബയോളജിക്കലി ഇൻഫ്ലുവൻസ്ഡ് കൊറോഷൻ ഇൻഹിബിഷനിൽ കൊറോഷൻ പ്രതിരോധന ശേഷിയും മാറി മാറി വരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും കൃത്രിമമായ രാസവസ്തുക്കളെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഇത്തരത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള സയന്റിഫിക് ഇന്നോവേഷൻസിനെ കുറിച്ചും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. MiCi എന്ന് പറയുന്നത് അത്തരത്തിലൊന്നാണ്. മനുഷ്യന് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൊറോഷൻ പ്രതിരോധന മാർഗമാണ് മൈക്രോബയോളജിക്കലി ഇൻഫ്ലുവൻസ്ഡ് കൊറോഷൻ ഇൻഹിബിഷൻ എന്നാൽ. നന്ദി.